2 ഒക്ടോബർ ഞങ്ങൾ പണജിയിൽ പോയിരുന്നു. വിജയ് സാൽഗാങ്കർ ഈ കാര്യം എല്ലാവരും വിശ്വസിക്കുന്നതുവരെ ആവർത്തിച്ചു പറഞ്ഞു. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ പ്രോജക്റ്റ് മാനേജർമാർക്കും അവരുടെ പ്രോജക്റ്റുകൾ ഇതേ രീതിയിൽ നടത്താം. വിജയ് 2 ഒക്ടോബർ ഒരു ആങ്കർ തീയതിയായി തിരഞ്ഞെടുത്തു. ഒരു ദേശീയ അവധി ദിനം ഓർമ്മയിൽ സൂക്ഷിക്കാൻ എളുപ്പമാണ്, അതിൽ യാതൊരു ആശയക്കുഴപ്പവും ഇല്ല. ഒരു പ്രോജക്റ്റ് മാനേജറായി നാം നമ്മുടെ ടീമിനെ പ്രധാനമായി സ്റ്റോണുകൾ ചുറ്റിപ്പറ്റിയാണ് കേന്ദ്രീകരിക്കുന്നത്. തീയതി അനുസരിച്ച് ലക്ഷ്യത്തിന്റെ തുടക്കം ഗ്യാപ്പ് റിവ്യൂ. അവൻ തന്റെ കുടുംബത്തിന്റെ മനസ്സിൽ അതേ ഒരു വരി ഉറപ്പിച്ചു, അതിനാൽ എല്ലാവരും അതേ കഥ പറയാൻ കഴിയണം. ഇതാണ് യഥാർത്ഥ സ്റ്റേക്ക് ഹോൾഡർ അലൈൻമെന്റ്. ഒരു അംഗം പോലും തെറ്റിപ്പോയാൽ മുഴുവൻ പ്രോജക്റ്റും തകർന്നുപോകും. അവൻ വെറുതെ പറഞ്ഞതല്ല, തെളിവുകൾ കൊണ്ടും അത് തെളിയിച്ചു. ടിക്കറ്റ്, റെസ്റ്റോറന്റ് ബിൽ, സമയം. ഒരു പ്രോജക്റ്റ് മാനേജർ പോലെ അവന്റെ കയ്യിൽ ഓരോ ഓഡിറ്റിനും വേണ്ട പ്രോജക്റ്റ് ഡോക്യുമെന്റേഷൻ ഒരുക്കിയിരുന്നു. അതിനാൽ ഓർമ്മ വെക്കൂ, വിജയ് പോലീസിൽ നിന്ന് ഇങ്ങനെ തന്നെ രക്ഷപ്പെട്ടതല്ല. അവൻ ഒരു പ്രോജക്റ്റ് മാനേജർ പോലെ പ്രവർത്തിച്ചു. ആങ്കർ മൈൽസ്റ്റോണുകൾ, സ്റ്റേക്ക് ഹോൾഡർമാരെ ഒത്തുചേരിക്കൽ, എല്ലാം ഡോക്യുമെന്റ് ചെയ്യൽ, ഇവയെല്ലാം. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി മാത്രമല്ല, അവന്റെ പ്രോജക്റ്റിനെയും കുടുംബത്തെയും രക്ഷിച്ച മൈൽസ്റ്റോൺ അതായിരുന്നു. അടുത്ത തവണ ആരെങ്കിലും പറയുമ്പോൾ PM മാർക്ക് മീറ്റിംഗുകൾ ഷെഡ്യൂൾ ചെയ്യാനാണ് എന്ന് അവരോട് പറയൂ. ദൃശ്യം അതിനേക്കാൾ കൂടുതലാണ് തെളിയിച്ചതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ വിജയ് ഏറ്റവും മികച്ച PM ആയിരുന്നുവെന്ന് ലൈക്ക് അമർത്തൂ. സിനിമകളിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള കൂടുതൽ മിഥകങ്ങൾ തകർക്കുന്ന PM പാഠങ്ങൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ.